നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രോക്കോളി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റിയ ഒരു ബ്രോക്കോളി സൂപ്പാണ്. അതുപോലെ തന്നെ ഇത് ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബ്രോക്കോളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ബ്രോക്കോളിക്ക് ആവശ്യമായ, ബ്രോക്കോളി വളരെ ചെറുതാണ്, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ സവാളയും. അപ്പോൾ ആദ്യം നമുക്ക് ബ്രോക്കോളി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ബ്രോക്കോളി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ മുറിച്ചതിന് ശേഷം ഒന്ന് തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കണം. അതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. ബ്രോക്കോളി അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ അങ്ങനെ ചെയ്ത് വെക്കും. ചിലപ്പോൾ പുഴുവൊക്കെ കാണും. അപ്പോൾ അത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റാണ്. ഞാൻ വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, തിളച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പൊട്ടറ്റോവും അതുപോലെ ഓണിയനൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഇനി സവാളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒന്ന് കട്ട് ചെയ്യാണ്. വെളുത്തുള്ളി എടുത്തു വെച്ച് വെളുത്തുള്ളിയും വേണമെങ്കിൽ കട്ട് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊടിച്ചതോ ചതച്ചതോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ വഴറ്റാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ വേവിക്കുകയാണ്. ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരണം, എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്നു, ആവി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കണ്ടോളൂ, വെന്ത് വന്നിട്ടുണ്ട്. ഇതാ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വെള്ളത്തോട് നമ്മൾ അരച്ചെടുക്കും. അപ്പം ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് തണിയാൻ വെക്കണം. അപ്പം നമുക്കിത് വേറൊരു പൗളിലോട്ടോ മറ്റോ മാറ്റി കൊടുക്കാം, എന്നാൽ എളുപ്പം തണിയല്ലോ. അപ്പോൾ ഇത് ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇനി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ചേർക്കണം. നമുക്ക് ഈ ഇപ്പം സൂപ്പിനൊക്കെ ഓരോ കൺസിസ്റ്റൻസിയിലാണല്ലോ വേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ചേർക്കാൻ തോന്നുന്നു. അപ്പോൾ ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരുപാട് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതായി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോക്കോളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.